നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകളിൽ ഇതുപോലുള്ള സർട്ടിഫിക്കേഷനുകൾ ഒരുപാടധികമുണ്ട്. ഈ സർട്ടിഫിക്കേഷനുകൾ വെച്ചിട്ട് നമുക്ക് ഒരു പ്രോഡക്റ്റിൻ്റെ നിലവാരം അറിയാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഈ സർട്ടിഫിക്കേഷൻസ് എന്താണ് മീൻ ചെയ്യുന്നത്? നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ഇപ്പോൾ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് ഇന്ത്യയിൽ തന്നെ വിൽക്കുകയാണെങ്കിൽ BIS സർട്ടിഫിക്കേഷൻ കൊടുക്കും. അതേസമയം അത് ഇമ്പോർട്ട് ചെയ്ത് മറ്റുള്ള രാജ്യങ്ങളിലും പോവുകയാണെങ്കിൽ ആ രാജ്യങ്ങളുടെ സർട്ടിഫിക്കേഷൻ കൂടെ കൊടുക്കേണ്ടി വരും. ഇങ്ങനത്തെ ഒരുപാടധികം സ്റ്റാൻഡേർഡ്സും കംപ്ലയിൻസും ഒക്കെ നിങ്ങൾക്ക് സോണിയുടെ പ്രോഡക്ട്സിലും അതുപോലുള്ള മൾട്ടിനാഷണൽ കമ്പനികളുടെ പ്രോഡക്ട്സിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ CE മാർക്കിംഗ് വളരെയധികം പോപ്പുലറാണ്. CE മാർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻ കൺഫോമിറ്റി എന്നാണ്. അതായത് 10ഓളം ഹസാഡസ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. ROHSും സെയിം തന്നെയാണ് കേട്ടോ. റെസ്ട്രിക്ഷൻ ഓഫ് ഹസാഡസ് സബ്സ്റ്റൻസ് എന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾ കണ്ടിരിക്കാൻ ചാൻസ് ഉള്ളതെന്ന് പറയുന്ന ഈ ഒരു ഡസ്റ്റ് ബിന്നിൽ വെട്ടിയിട്ടിരിക്കുന്ന പടം കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മൾ ഈ പ്രോഡക്റ്റുകൾ, ഈ ഒരു സിമ്പിളുള്ള പ്രോഡക്റ്റുകൾ ഡസ്റ്റ് ബിന്നിൽ കൊണ്ടിടേണ്ട ഒരു സാധനമല്ല. ഇതിന് സ്പെഷ്യലായിട്ടുള്ള ഫെസിലിറ്റീസ് ഒരുക്കിയിട്ട് ആ ഫെസിലിറ്റീസിൽ ഡിസ്പോസ് ചെയ്യേണ്ട സാധനങ്ങളാണ് ഇത്തരത്തിലുള്ള മാർക്കിങ് വരുന്നത്. പല പ്രോഡക്റ്റുകളിലും നിങ്ങൾ പിന്നെ EIC മാർക്കിംഗ് കണ്ടിട്ടുണ്ടായിരിക്കും. EIC മാർക്കിംഗ് എന്ന് പറയുന്നത് ചില സെർട്ടൈൻ കൺട്രീസിന് വേണ്ടിയിട്ടുള്ളതാണ്. ലൈക്ക് റഷ്യ, ബെലേറസ്, കസഖസ്ഥാൻ അങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് EIC കൺഫോമിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യുറേഷ്യൻ കൺഫോമിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു റെയിൻലൈൻ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ജർമ്മൻ സർട്ടിഫിക്കേഷനാണ്. ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ആ ഒരു ടഫ്നെസ്സുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കേഷനാണ് TUV റെയിൻലാൻഡ്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് UKCA എന്ന് പറയുന്ന ഈ ഒരു കംപ്ലയിൻസ്. UKCA എന്ന് വെച്ച് കഴിഞ്ഞാൽ യുണൈറ്റഡ് കിങ്ഡത്തിലുള്ള കംപ്ലയിൻസ് തന്നെയാണ്, പക്ഷേ ഇതിൽ ബ്രെക്സിറ്റ് ഉൾപ്പെടില്ല കേട്ടോ. ഫൈനലായിട്ട് നിങ്ങൾ ഈ കാണുന്നതാണ് KC സിമ്പിൾ എന്ന് പറയുന്നത്. KC എന്ന് പറയുന്നത് കൊറിയൻ സർട്ടിഫിക്കേഷനാണ്. കൊറിയയിലുള്ള സേഫ്റ്റി റെഗുലേഷൻസ് പാലിക്കാനാണ് ഈ ഒരു KC സർട്ടിഫിക്കേഷൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.